അൻവറിനെതിരെയുള്ള കേസുകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ നിർദ്ദേശം. അൻവറിനെതിരായ നിലവിലെ കേസുകളുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ പോലീസിനുൾപ്പെടെയാണ് നിർദ്ദേശം നൽകിയത്. ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ടുകളും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. തെളിവുകൾ സഹിതം പരാതികൾ ഉയർന്നപ്പോഴൊക്കെ അൻവറിനെ സംരക്ഷിച്ചിരുന്ന സർക്കാരും CPM-ഉം ഇപ്പോൾ അതെല്ലാം മാറ്റിവെക്കുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP-യിൽ തുടങ്ങി മുഖ്യമന്ത്രിക്കെതിരെ വരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച അൻവറിനെ ഏതു വിധേനയും പൂട്ടാനാണ് സർക്കാർ തീരുമാനം. അൻവറിനെതിരായ നിലവിലെ കേസുകളുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ പോലീസിനും റവന്യൂ വകുപ്പിനും ഉൾപ്പെടെ സർക്കാർ നിർദ്ദേശം നൽകി. നിലവിൽ അൻവറിനെതിരെ കോട്ടയത്തെടുത്തിരിക്കുന്ന കേസിലും തുടർ നടപടികൾ വേഗത്തിലാക്കും. അൻവറിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. അൻവർ മിച്ചഭൂമി അനധികൃതമായി കൈവശം വെച്ചെന്ന ലാൻഡ് ബോർഡ് കണ്ടെത്തലിലും അനധികൃതമായി പാർക്കിന് തടയണ നിർമ്മിച്ചെന്ന പരാതിയിലും എല്ലാ സംരക്ഷണവും സർക്കാർ ഇതുവരെ നൽകിയിരുന്നു. സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിലും അൻവറിനെ സംരക്ഷിച്ചു വരികയായിരുന്നു ഇതുവരെ സംസ്ഥാന സർക്കാർ. എന്നാൽ ഇതെല്ലാം പുനഃപരിശോധിച്ച തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മാത്രമല്ല, ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ DGP-ക്ക് നൽകിയ മൊഴിയിലും ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് അൻവറുമായി ബന്ധമുണ്ടെന്ന് ADGP മൊഴി നൽകിയെന്നാണ് സൂചന. ഇന്റലിജൻസും ഇത് സ്ഥിരീകരിച്ച മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയതായും സൂചനയുണ്ട്. അതിലും വിശദമായ അന്വേഷണം നടക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. R. രാജീവ്, ജനം, തിരുവനന്തപുരം.